പ്രേംലാൽ, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ളത് ദക്ഷിണാഫ്രിക്കയിലാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ദക്ഷിണാഫ്രിക്കയിലേക്ക് അമേരിക്ക ഈ രോഗം പ്രതിരോധിക്കാനായി ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് ആ സാമ്പത്തിക സഹായം അമേരിക്ക ദക്ഷിണാഫ്രിക്കയ്ക്ക് നൽകുന്നില്ല, അല്ലെങ്കിൽ നൽകാൻ ഇനി താല്പര്യമില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. എന്താണ്? നമ്മൾ ദക്ഷിണാഫ്രിക്കയെക്കുറിച്ച് നമ്മുടെ പൊതുവിലുള്ളൊരു ധാരണ അവിടെ ഒരു കറുത്ത വർഗ്ഗക്കാരുടെ ഒരുപാട് എന്താ പറയുക, നമ്മുടെ ഗാന്ധിജി അടക്കം പോയി സമരം ചെയ്ത ഒരു സ്ഥലമാണ്. അതെ, കറുത്ത വർഗ്ഗക്കാരെ വല്ലാണ്ട് അടിച്ചമർത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കറുത്ത വർഗ്ഗക്കാരാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തിന് മുമ്പിലുള്ളൊരു പ്രതീതി കറുത്ത വർഗ്ഗക്കാർ അവിടെ അധികാരം കൈയാളുമ്പോൾ വെളുത്ത വർഗ്ഗക്കാരെ അവിടെ അടിച്ചമർത്തുന്നു എന്നുള്ളൊരു പ്രതീതിയാണ് ലോകത്തിന് മുമ്പിലുള്ളത്, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മുമ്പിലുള്ളത്. കാരണം അവിടുത്തെ വെളുത്ത വർഗ്ഗക്കാരെ വംശഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ നിലപാട്. അതിൻ്റെ രസകരമായ ചില സംഗതികൾ കൂടിയുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ഈ രാഷ്ട്രതലവന്മാർ ഔദ്യോഗിക കൂടിക്കാഴ്ച ഇപ്പോൾ സന്ദർശന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കാണുന്ന ഒരു പൊതുചിത്രം എന്താണ്? ഒരു രാഷ്ട്രതലവന്മാർ രണ്ട് കൂട്ടർ കാണുമ്പോൾ ഹസ്തദാനം ചെയ്യുന്നു, പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നു, എന്തെങ്കിലും എഗ്രിമെന്റ്സ് ഉണ്ടെങ്കിൽ ഒപ്പിടുന്നു, പിരിയുന്നു, സന്തോഷമായിട്ട് ചിലപ്പോൾ ഒരു ചായ കൂടി അതേപോലുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മൾ കണ്ട് ശീലിച്ചത്. അപ്പോൾ ഒരു വർഷം മുമ്പ്, ഏകദേശം ഒരു വർഷം മുമ്പ്, ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേര് സിറിൽ റാംഫോസ എന്നാണ്. അദ്ദേഹം നമ്മുടെ അമേരിക്കയിൽ സന്ദർശനത്തിന് ചെന്നു. വൈറ്റ് ഹൗസിൽ സന്ദർശനത്തിന് ചെന്നപ്പോൾ ട്രംപ് ഇദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് അവിടെ ഒരു വീഡിയോ പ്രദർശനം നടത്തുന്നു. ആ വീഡിയോ പ്രദർശനത്തിൽ പ്രദർശിപ്പിച്ചത് അവിടുത്തെ ഒരു വെള്ളക്കാരനായ ഒരു കർഷകൻ, അദ്ദേഹം ഈ കറുത്ത വർഗ്ഗക്കാരായ അധികാരി വർഗത്തിന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതിന്റെ കഥയും ഒരു ഡോക്യുമെന്ററി ടൈപ്പ്. അവിടുത്തെ വെള്ളക്കാരെ അവിടെ വംശഹത്യ നടത്തുന്നു, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ആയിട്ടുള്ള വെള്ളക്കാരെ വംശഹത്യ നടത്തുന്നു എന്ന തരത്തിൽ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ട് ഈ പറയുന്ന പ്രസിഡന്റിന്റെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കുന്നു. മനസ്സിലായി? ഇപ്പൊ സിറിൽ റാംഫോസ ആരാമോൻ, അദ്ദേഹം അപ്പൊ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പറയുകയാണ്, എന്റെ കൂടെ വന്ന പ്രതിനിധി സംഘത്തിൽ ചില ആൾക്കാരുണ്ട്, അവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, വന്നിരിക്കുന്നതൊക്കെ വെളുത്ത വർഗ്ഗക്കാരാ. അപ്പൊ അവിടെ വെച്ച് ട്രംപ് ഗ്യാസ് പോയി. കൂടാതെ ഈ ട്രംപ് അന്ന് പ്രദർശിപ്പിച്ച വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങളും വാസ്തവ വിരുദ്ധമാണെന്നുള്ളത് പിന്നീട് വാർത്തകൾ വന്നു. ഇത് ബോധപൂർവ്വം കെട്ടിച്ചമച്ച ഒരു വീഡിയോ. അതായത് ട്രംപിന്റെ ഒരു നിലവാരം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് ഒരു ബേസിക് ആയിട്ടുള്ള ട്രംപ് ഭരണകൂടം നിരീക്ഷിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെളുത്ത വർഗ്ഗക്കാരെ വല്ലാണ്ട് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായി, അവിടെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഭരണകൂടത്തെ ഞങ്ങൾ അതിന് സഹായിക്കണം എന്നുള്ളതാണ് നിലപാട്. അപ്പൊ ഇത് ഒരു പൊതുവിലുള്ള ഒരു ചിത്രമാണ്, അവിടെയും കൊണ്ടും തീർന്നില്ല. ദക്ഷിണാഫ്രിക്ക ഇപ്പൊ ആരാ? നമ്മൾ പൊതുവെ ആഫ്രിക്കൻ രാജ്യങ്ങളെ പട്ടിണി രാജ്യങ്ങളായിട്ടാണ് വിലയിരുത്തുന്നത്. പക്ഷേ ആ പട്ടിണി രാജ്യങ്ങൾക്കിടയിലുള്ള രാജാവാണ് ദക്ഷിണാഫ്രിക്ക. കൂട്ടത്തിലെ ഏറ്റവും മികച്ച സാമ്പത്തിക ശേഷിയുള്ള ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയുടെ സൗത്ത് ആഫ്രിക്കയാണ്, ദക്ഷിണാഫ്രിക്കയാണ്. ഇതുകൂടാതെ ഈ കഴിഞ്ഞ അമേരിക്ക ഇപ്പൊ പോയി പെട്ടൊരു യുദ്ധം ഉണ്ടല്ലോ, ഇറാൻ യുദ്ധം. ആ സമയത്ത് ചൈനയോടും റഷ്യയോടും ഇറാനോടും കൈകോർത്ത് നിന്ന ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. അതിന്റെ കാരണം ഈ ചൈനയും റഷ്യയും ഇറാനും എല്ലാം ബ്രിക്സിന്റെ ഭാഗമാണ്. മനസ്സിലായി? ഈ പറയുന്ന ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റാണ് ബ്രിക്സ് യോഗത്തില് ട്രംപിനെ നിലം തൊടാതെ എടുത്ത് പൂശിയത്. ഈ അമേരിക്കയുടെ മേധാവിത്വത്തെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, അമേരിക്കൻ ഡോളറിനെ പുറന്തള്ളണം, ബ്രിക്സിന് സ്വന്തമായ ഒരു കറൻസി വേണം, അതിലൂടെ അമേരിക്ക ഉയർത്തുന്ന ഏത് വെല്ലുവിളിയും ഞങ്ങൾ നേരിടും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞ ഒരു നേതാവ് കൂടിയാണ് ഈ സിറിൽ റാംഫോസ. ട്രംപ് വെറുതെ ഇരുന്നില്ല, അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ 100% താരിഫ് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. അപ്പോൾ ഇങ്ങനെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കടുത്ത അഭിപ്രായ ഭിന്നത ഉള്ളപ്പോൾ അമേരിക്ക ദക്ഷിണാഫ്രിക്കയെ സഹായിക്കുന്ന ഒരു ഉദാര സമീപനം എടുക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ ഇത് പ്രകാരം നമുക്ക് നേരത്തെ ചേട്ടൻ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ഏകദേശം 80 ലക്ഷം പേർ എയ്ഡ്സ് ബാധിതരായി ഇപ്പോൾ അവിടെയുണ്ട്. കുറെ പേര് ചത്തൊടുങ്ങിപ്പോയി, അവശേഷിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ദക്ഷിണാഫ്രിക്ക ഇന്ന് വർത്തമാനകാലത്ത് അവർ അത്യാവശ്യം സമ്പന്നാവസ്ഥയിലാണെങ്കിലും ഇവരുടെ പൂർവ്വകാലം അതീവ ദരിദ്രമായിരുന്നു. ആ അവസ്ഥയിൽ ഈ എന്താ പറയുക, സ്ത്രീകൾ എന്ന് പറയുന്നവർക്ക്
അവിടെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വളരെ കുറവ്, പല പല കാരണങ്ങളാൽ കുറവ്. ഈ സ്ത്രീകളെന്ന് പറയുന്നവർക്ക് ഈ പ്രായാധിക്യമുള്ളവരാണ് പലരും പങ്കാളികളായിട്ടും ഒക്കെ വന്നത്. അപ്പോൾ ഈ പ്രായാധിക്യമുള്ളവർ അവിടുത്തെ ഒരു രീതി അനുസരിച്ച് 1, 2, 3 ഭാര്യമാർ ഒരാൾക്കുണ്ടാകും. അപ്പോൾ ഇവരുമായിട്ടുള്ള ശാരീരിക ബന്ധം ഒരു കാരണം. പിന്നെ ഈ അവിടെയുള്ള ദക്ഷിണാഫ്രിക്കയിലുള്ള പല ആണുങ്ങളും തൊഴിൽ തേടി ദൂരദിക്കുകളിൽ പോയാണ് ജോലി എടുത്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവർക്ക് ഈ ലൈംഗിക പങ്കാളി പലരായിരിക്കും. മനസ്സിലായി. രോഗമായിട്ട് പിന്നെ അവിടുത്തെ ഈ വളരെ എന്താ പറയുക പ്രാകൃതമായ അവസ്ഥയിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് അഭിപ്രായം പറയാനോ നിലപാടെടുക്കാനോ, ഇപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പോലും ഈ എന്താ പറയുക ഗർഭനിരോധന ഉറകൾ പോലെ ഞങ്ങൾക്ക് വേണം എന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ല. മനസ്സിലായി. പിന്നെ ഇത്തരത്തിൽ പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു കുഴപ്പം, അവിടുത്തെ മുൻ ഭരണാധികാരി ലാബോ എംബെക്കി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുണ്ട്. അപ്പോൾ അവിടെ ഈ എയ്ഡ്സ് പടർന്നു പിടിക്കുന്നുണ്ടെന്നുള്ളത് ലോകാരോഗ്യ സംഘടന അടക്കമുള്ളവർ ഒരു മുന്നറിയിപ്പ് കൊടുത്ത സമയത്തും ഇദ്ദേഹം എടുത്തൊരു നിലപാട് ഞങ്ങളെ താറടിക്കാൻ വേണ്ടി നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഇദ്ദേഹം നിലപാടെടുക്കുകയും ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളോട് വിമുഖത കാണിക്കുകയും ചെയ്തിരുന്നു. അതും ഈ രോഗവ്യാപനത്തിന് കാരണമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ അണ്ടർ കൺട്രോളാണ്. ഇപ്പോൾ ഉള്ള രോഗവ്യാപന തോത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2003 എനിക്ക് തോന്നുന്നു അന്നത്തെ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് അമേരിക്ക പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെ പേര് പ്രസിഡന്റ്സ് എമർജൻസി ഫണ്ട് ഫോർ എയ്ഡ്സ് റിലീഫ്, ചുരുക്കപ്പേര് പെപ്ഫാർ എന്നാണ്. അപ്പൊ ഇത് പ്രകാരം എയ്ഡ്സ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകത്തെമ്പാടും അമേരിക്കയുടെ വകയായിട്ട് ഒരു $15 ബില്യൺ വകയിരുത്തി 5 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് പ്രകാരം ദക്ഷിണാഫ്രിക്കയ്ക്ക് പ്രത്യേക പരിഗണന കൊടുത്ത് ഇതുവരെ ഏതാണ്ട് 20 വർഷത്തോളമായിട്ട് $8 ബില്യൺ ദക്ഷിണാഫ്രിക്കയ്ക്ക് മാത്രം കിട്ടിയിട്ടുണ്ട്. ഒരു വർഷം ഏകദേശം $40 കോടി അമേരിക്കയുടെ ഫണ്ടിങ് ആയിട്ട് ദക്ഷിണാഫ്രിക്കയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക ഒരു വർഷം ഈ എയ്ഡ്സ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ 1/5 ഭാഗം അമേരിക്കൻ ഫണ്ടിങ് ആണ്. അപ്പൊ ഇത് പ്രകാരം ഈ പറയുന്ന പോലെ ഗർഭനിരോധന ഉറകളുടെ വിതരണം, ഈ രോഗബാധിതവരുടെ പുനരധിവാസം, അവർക്ക് വേണ്ട ഈ എയ്ഡ്സ് രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ അവർ അസുഖം വന്നുടനെ മരിച്ചു പോവുകയല്ല, അവർക്ക് പല പല ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗപ്രതിരോധ ശേഷി ഇല്ലാതാവുക എന്നുള്ളതാണ് ഈ എയ്ഡ്സിന്റെ പ്രത്യേകത. പല പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ആന്റി റെക്ടോവയൽ മെഡിസിൻ എന്നാണ് പറയുക. അതായത് രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ്. ഈ മരുന്നിന്റെ വിതരണത്തിനടക്കമാണ് ഈ പണം ചിലവഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ദക്ഷിണാഫ്രിക്കയുടെ അമേരിക്കയുടെ ഈ പ്രഖ്യാപനം വന്നതോടെ നമ്മൾ കരുതും ദക്ഷിണാഫ്രിക്ക അയ്യോ ഞങ്ങളോട് കനിവ് വേണം എന്നുള്ള അഭ്യർത്ഥിക്കാൻ പോകും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ അവരങ്ങനെയല്ല. അവർ സ്വന്തം കാലിൽ നിൽക്കാൻ തീരുമാനിച്ചു. അവർ അമേരിക്കൻ ഫണ്ടിങ് അല്ലെങ്കിൽ കുഴപ്പമില്ല, സ്വന്തമായി ഈ പരിപാടികൾ ഏറ്റെടുത്ത് നടത്താൻ പോവുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അത് ഈ അമേരിക്ക ഇത് ഇന്ന് നടപ്പിലാക്കിയ ഒരു പ്രഖ്യാപനമല്ല. നേരത്തെ തന്നെ ഈ പറയുന്ന പരിപാടി നിർത്തലാക്കാൻ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചതൊക്കെ. അതെ, ഇതിന്റെ മറ്റൊരു കാരണം കൂടിയുണ്ട്. അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ എടുത്ത് ആവശ്യമായിട്ട് ചെലവാക്കാനും മാത്രമൊന്നും പൈസ ഇല്ല. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുക. മറ്റേ ഇറാനിൽ ഇപ്പോൾ യുദ്ധം ചെയ്തു, അത് വേറെ കാര്യം. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ വെറുതെ എടുത്ത് പണം എടുത്ത് ചെലവാക്കുന്നത്, ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അത്തരം സ്പെൻഡിങ്സ് ചെലവുകളൊക്കെ പരമാവധി ചുരുക്കിയിട്ടുണ്ട്. പക്ഷേ യുദ്ധം ചെയ്യാൻ പോകാനും അതിർത്തിയിൽ വേലി കെട്ടാൻ പോകാനൊക്കെ ട്രംപിൻ്റെ കയ്യിൽ ഒരുപാട് കാശ് കൊണ്ടുതാനും ഈ പരിപാടിയൊക്കെ നിർത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ദക്ഷിണാഫ്രിക്കയും അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ആദ്യമല്ല ആകെ നാശമായിരിക്കുകയായിരുന്നു. G20 എന്ന് പറയുന്ന ഒരു സമ്മേളനം ദക്ഷിണാഫ്രിക്കയിൽ നടന്നു. ദക്ഷിണാഫ്രിക്കയാണ് അതിനു മുമ്പ് ഇന്ത്യയിലാണ് നടന്നത്. അപ്പോൾ ആ G20 സമ്മിറ്റിൽ ഈ ബന്ധം വഷളായിരുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പോയില്ല. പ്രതിഷേധിച്ച് അങ്ങോട്ട് പോയ പോലും ഇല്ല. അതിന്റെ പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ട്. അന്ന് അവിടെ മോദി ഉണ്ടായിരുന്നു. മോദീനെ കാണാനായിട്ടുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ചുകൂടിയാണ് അദ്ദേഹം അവിടെ പോകാതിരുന്നുള്ള. പക്ഷെ ഇങ്ങനെ യഥാർത്ഥ കാരണം ഇതായിരുന്നു, ദക്ഷിണാഫ്രിക്കയായിട്ട് അടിച്ച് പിരിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇതാണ് വാസ്തവം. ഏതായാലും എന്താ പറയുക, എയ്ഡ്സ് രോഗികളോട് ഒരു സഹാനുഭൂതിയോടെ നിലപാടെടുക്കേണ്ട ഒരു രാജ്യമാണ് അമേരിക്ക. പക്ഷെ അവരത് ചെയ്തില്ല. ഇത് മാത്രമല്ല, ലോകാരോഗ്യ സംഘടന അതിൽ നിന്നും അമേരിക്ക ഇപ്പോൾ വിട്ടു നിൽക്കുകയാണ്.
ലോകാരോഗ്യ സംഘടനയുടെ പരിപാടികൾക്ക് വേണ്ടിയിട്ടും അമേരിക്ക ഫണ്ടിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുമൊക്കെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ മൂല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അമേരിക്കയുടെ കയ്യിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാരിക്കോരി കൊടുക്കാനൊന്നും ഇപ്പോൾ പഴയ പോലെ അവസ്ഥയിലല്ല. അതാണ് യഥാർത്ഥ കാരണം. പിന്നെ ഇമാതിരിയുള്ള പരിപാടിക്ക് കുറച്ചുകൂടി മനുഷ്യത്വപരമായ നിലപാടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ ട്രംപിൻ്റെ കാര്യത്തിൽ അതും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല.